സംതിങ് വിയർഡ് ഹാപ്പൻ ടുഡേ ഇൻ ദ ജിം. ഞാൻ സ്ക്വാട്സ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു 6th or 7th ആയപ്പോഴത്തേക്കും എന്നെ കൊണ്ട് എഴുന്നേക്കാൻ പറ്റുന്നില്ല എന്നെനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ പയ്യെ ഇരുന്നിട്ട് ചെരിഞ്ഞ് അങ്ങോട്ട് മാറ്റയിലേക്ക് അങ്ങോട്ട് കിടന്നു. ഐ വാസ് ജസ്റ്റ് ലാഫിങ്. ലൈക്ക് മാറ്റയിൽ കിടന്ന് 6th or 7th ആയുള്ളൂ, അപ്പത്തേക്ക് അനങ്ങാൻ പറ്റുന്നില്ല. അതിന് ചുറ്റും ആരുമില്ല. ബിക്കോസ് ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് അധികം ജിമ്മിൽ ഒട്ടും തന്നെ തിരക്കില്ലായിരുന്നു. ഞാനവിടെ കിടന്ന് ഇങ്ങനെ ചിരിച്ചു. ലൈക്ക് ഓൾ ഓഫ് എ സഡൻ there was a voice inside my head. ഇവിടുന്ന് ഇങ്ങനെ ഒരു വോയിസ്, നിന്നെ കൊണ്ട് ഇതൊന്നും പറ്റില്ല. I could clearly hear that voice. നിന്നെ കൊണ്ട് ഇതൊന്നും പറ്റില്ല, നിന്നെ കൊണ്ട് ഇതൊന്നും പറ്റില്ല എന്ന് ഒരു 1-2 പ്രാവശ്യം. It was so weird. അത് കേട്ടതും ലൈക്ക് എന്റെ മൊത്തം ഡിമീനർ അങ്ങ് മാറി. ലൈക്ക് പെട്ടെന്ന് മുഖമൊക്കെ മാറി. പെട്ടെന്ന് സ്റ്റാർട്ട് ടു ഗെറ്റ് ഇമോഷണൽ. ഞാൻ കരയാൻ തുടങ്ങി. ഞാൻ അവിടെ കിടന്ന് കരയാൻ തുടങ്ങി. ഫോർ എ ഗുഡ് 20 to 30 seconds ഞാൻ അവിടെ കിടന്ന് കരഞ്ഞു. എന്തിനാ കരഞ്ഞതെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയാൻ പാടില്ല. പിന്നെ ഞാൻ എഴുന്നേറ്റ് വാഷ്റൂമിലൊക്കെ പോയി. I just got composed myself. തിരിച്ചു വന്നു. I started thinking like, why did I cry? Like if I started to listen to these voices inside my head, I would have gotten nowhere. ഇതൊക്കെ എന്താ പറയാ, moral of the story ഇത്രേ ഉള്ളൂ. Don't listen to the voices inside your head. Do what your heart feels like. ജിമ്മ് കഴിഞ്ഞ് വന്ന് ലഞ്ചിന് കഴിച്ചത് സ്ക്രാമ്പിൾഡ് എഗ്സും പിന്നെ ഒരു ചിക്കൻ തൈ ബേക്ക് ചെയ്തതുമാണ് കഴിച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്ന് ഹാലോവീനാണ്. അപ്പോൾ പിള്ളേരെയും കൊണ്ട് ട്രിക്ക് ഓർ ട്രീറ്റിങ്ങിന് പോയി. ചേസും കൂടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് രാത്രിയിൽ ഡിന്നർ ചേട്ടൻ്റെ അടുത്ത് തന്നെയായിരുന്നു. ബിരിയാണിയാണ് കഴിച്ചത്. എമൗണ്ട് ഒന്നും നോക്കിയില്ല, കഴിച്ചു. അപ്പം എന്തായാലും നാളെ കാണാം.